എടാ ഇപ്പൊ ഒക്കെ ഉള്ള അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ചേട്ടാ. അത് എയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടത്. നമുക്ക് ഈയിടെയായിട്ട് റീസെൻ്റ്ലി ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ പേര് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പം എൻ്റെ വൈഫിൻ്റെ, എൻ്റെ ചേച്ചിയുടെ, ഡ്രീമറിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ, ബാബുവിൻ്റെ വൈഫിൻ്റെ, മെന്നിയുടെ വൈഫിൻ്റെ, എലിയുടെ, പിന്നെ അലീനയുടെ, പിന്നെ അതുപോലെ തന്നെ മറ്റേ കാറ്റ്സി, ഇവരുടെയൊക്കെ ഡീപ്പ് ഫേക്ക് ഇല്ലേ, ഇവരുടെയൊക്കെ ഡീപ്പ് ഫേക്ക് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിനകത്ത് കൊണ്ടിട്ടിരിക്കുക. വെബ്സൈറ്റ് അല്ല, ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കൊണ്ടിട്ടിരിക്കുക. കയറി കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. സത്യം പറയാലോ, ഞാൻ ജീവിതം വെറുത്തുപോയി. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തന്മാർ എൻ്റെ ആണെങ്കിൽ അവളുടെ ഇതിൽ നിന്ന് പേഴ്സണൽ ഇതിൽ നിന്ന് ഫോട്ടോസ് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടുത്തെ അഡ്മിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുമായിട്ടാണ് ഇത് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് വെച്ചാൽ അവരുടെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റോളാം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം അവളുടെ ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആയിക്കോട്ടെ, നോർമൽ ഉള്ളൊരു ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് ഡീഫേക്ക് ആക്കി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് എവിടെയാണ് ഞാൻ വെറുത്തതെന്നറിയോ ഗൈസ്, ഈ ഫോട്ടോസ് ഇല്ലേ, ഈ ഫോട്ടോസ് വേറൊരു ഫോണിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്ത് ഇതാക്കിയിരുന്ന വീഡിയോ ആൾക്കാർ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് കാണും ആൾക്കാർ. ഞാൻ നോക്കിയപ്പോൾ ഒരു 1500 മെമ്പേഴ്സിൽ മുകളിലുണ്ട് അതിനകത്ത്. ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ്, അതായത് എനിക്ക് ഈ പയ്യൻ ഇത് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ലൈവ് കാണുന്നുണ്ടോ ഉറപ്പായിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്താൽ പഴയ ചാറ്റും മേളിലോട്ടുള്ള പോസ്റ്റ് എല്ലാം കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൽ ജോയിൻ ചെയ്ത്, ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് അതിനകത്ത് എന്തോന്ന് അറിയാമോ? വൈഫിനെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോന്ന്, ഇവിടെ വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പോൾ 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് റിപ്ലൈ അയച്ചേക്ക്, ബ്രോ ഇൻബോക്സ് വാ, ഐ ആം റെഡി എന്ന്. എടാ ഞാൻ ആലോചിക്കുക, ഇത് എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത്? ഇത്രയും സെക്സ്വൽ ദാരിദ്ര്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോന്ന്. എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറയാം. ഞാൻ ആ സാധനം ഞാൻ കണ്ടിട്ട് എൻ്റെ കിളി പോയി. എന്താണ് ഇതിനും വേണ്ടി ഇതിനകത്ത് എന്താ ഇരിക്കുന്നേ ഗൈസ്? അവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഒക്കെ ചെയ്യുന്ന കൊച്ചു പിള്ളേരുടെ വരെ ഡീപ്പ് ഫേക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചു പിള്ളേരുടെ വരെ ഡീപ്പ് ഫേക്ക് കണ്ടിട്ട് എൻ്റെ ഇത് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ടായിപ്പോയി. ഞാൻ അവൾക്ക് എൻ്റെ വൈഫ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണേ, ഇതിനകത്ത് ഇതിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈവ് കാണുന്നതും ഇതായിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാരണമുണ്ട്. അതിനകത്ത് ഈ പോസ്റ്റ് ഇട്ടപ്പം ഞാൻ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ഒരു പയ്യനെ പൊക്കിയതിൻ്റെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകില്ല കൈ, സീരിയസ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകില്ല. എനിക്കിത് എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ സൈബർ സെല്ലിലൊന്നും കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എന്നോട് പറഞ്ഞത് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്നാണ്. പക്ഷേ ഞാനൊരു ഒരു കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകില്ല. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ പോസ്റ്റിൻ്റെ അടിയിൽ, അതായത് എൻ്റെ വൈഫിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു പയ്യൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുക, നാളെ എനിക്ക് ഇതിനകത്തൂടെ ഇതാക്കാൻ വയ്യ, ഈ പുള്ളി വൈഫിനെ ഇതുപോലെ ചീത്ത വിളിച്ച ഒരാളെ ഇതുപോലെ കണ്ടുപിടിച്ചതാണ് എന്ന് പറയാം. അപ്പോൾ അഡ്മിനായിട്ടുള്ളവൻ വന്ന് റിപ്ലൈ അയച്ചേക്കാണ്. വാസുവണ്ണൻ്റെ മെസ്സൊക്കെ ലൈവിൽ മതി, ഇവിടെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടമുള്ളത് ഇടുമെന്ന്. ഗൈസ് ഞാൻ പറയട്ടെ, നമുക്ക് അത്രയ്ക്ക് സുഖമുള്ളൊരു കാര്യമല്ല. എത്ര ഡീപ്പ് ഫേക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഈ പറയണതുപോലെ നമ്മുടെ അമ്മയും പെങ്ങളെയും വൈഫിനെയൊക്കെ വേറൊരു ബോഡിയിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് കാണുന്നതിനോട് പക്ഷേ ബീങ് എന്താ പറയുക, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട വരും എന്ന് ഞാൻ എൻ്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ ഭയങ്കര മെൻ്റലി ഇതായിരുന്നു. അപ്പോൾ അവൾ കേസ് കൊടുക്കണം ഇങ്ങനത്തെ കാര്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ കാണിക്കണേന്ന്, ആൾക്കാർ എന്താ കാണിക്കുന്നതെന്ന്. ഞാൻ ശരിക്കും എൻ്റെ കിളി പോയി. മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ആലോചിച്ച് നോക്കിയേ,
അതായത് മെന്നിയുടെ വൈഫിനെ, ഡ്രീമറിന്റെ ലവറിനെ എല്ലാവരെയും കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ അടുത്ത് കൊണ്ടിടുന്നത്. ആൻഡ് എനിക്കാണെങ്കിൽ ഭയങ്കര വൾഗറായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കെല്ലാം അറിയാവുന്ന പെമ്പിള്ളാരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് നോർമലി ഉള്ള ഫോട്ടോസ് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോണിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മാസ്റ്റുർബേറ്റ് ചെയ്ത് ഇതാക്കിയിട്ട് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ അടിയിൽ തീയെന്നും പുകയെന്നും പൊളി ബ്രോ, കിടിലം സാധനം ബ്രോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാൻ കുറേ ആൾക്കാർ. എന്ത് ജനറേഷനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനുഷ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലടാ. സത്യം പറ, ഇത്രയും കടിയുള്ളവന്മാർ എവിടെയാണ് ഈ നാട്ടിലെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇത്രയും കടിയുള്ളവന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന്. ഇവനൊന്നും ഒരിക്കലും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് സ്വന്തം അമ്മയോ പെങ്ങളെയോ ഒന്നിനും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവനൊന്നും ഒരിക്കലും ഒരു നല്ല പെണ്ണ് ഇവൻ്റെ കൂടെ ഒരു വർഷം പോലും വാഴൂല്ല. ഇവനൊക്കെ കല്യാണം കഴിച്ചാൽ പോലും എങ്ങനെ ഇവനൊരു ഇങ്ങനത്തെ പുണ്ടച്ചികൾക്ക് ഒരു മോനുണ്ടായാലും ഒരു മോളുണ്ടായാൽ പോലും ഈ പറയണ വൈഫ് പേടിക്കണം, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നിടം വരെ. എനിക്കത് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സീരിയസ് ആയിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ലൈവ് ആണെന്നതിൽ കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കുറേ പേർക്ക് അതറിയാം. പക്ഷെ എനിക്ക് നിങ്ങളെ എടുത്തു വെച്ച് കാണിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ സ്ഥാനത്ത് എൻ്റെ വൈഫിനെയും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്ററിനെയും അവരെയൊക്കെ ഈവൻ ഇറ്റ്സ് എ ഡീപ് ഫേക്ക് എനിക്കത് എടുത്തു വെച്ച് കാണിക്കാൻ ഒരു ഇതുണ്ട്, എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങളെ ഇവിടെ കാണിച്ചേനെ. എനിക്ക് പക്ഷേ അത് ഞാൻ ഒരു കാര്യം ഞാനും പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അവനെ എനിക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഞാൻ തൊലയ്ക്കും അവനെ. ഞാൻ ഒരു സംശയവും വേണ്ട. എനിക്ക് സൈബർ സെല്ലിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഇത് ഇല്ല. സൈബർ സെല്ലിൽ സത്യമായിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല. കാരണം എനിക്കതൊരു ഹോപ്പില്ല. കാരണം ഒരുപാട് എലി ഒരു വട്ടം കേസ് ഫയൽ ചെയ്യാൻ പോയതാണ്. സ്നേഹ ഒരു വട്ടം കേസ് ഫയൽ ചെയ്തതാണ്. സ്നേഹ ഓൾറെഡി ഒരു വട്ടം കേസ് ഫയൽ ചെയ്തതാണ്. പക്ഷേ യാതൊരുവിധ ഇതും അവരുടെ സൈഡിൽ നിന്ന്, സൈബർ സെല്ലിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കേസ് ഫയൽ ചെയ്തിട്ടും യാതൊരുവിധ റിപ്ലൈ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമുക്ക് എല്ലാം ആവാം ഗൈസ്. നിങ്ങളിപ്പോൾ നമ്മൾ അണിറോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ തമാശയ്ക്ക് അവരൊക്കെ സെലിബ്രിറ്റീസാണ്. ബിക്കിനി ഒന്നും അവർക്ക് വലിയ ഡീലല്ല, ഉള്ള കാര്യമല്ല. നമ്മളതൊക്കെ എല്ലാവരും തമാശ രീതിയിൽ. പക്ഷേ നിങ്ങൾ ഒരു പരിധി വരെ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്, ഈ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മുമ്പോട്ട് പോവുക, സെക്സ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭാഗം മാത്രമാണ്. നിങ്ങളത് റിയലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. സീരിയസ്ലി ഞാൻ പറയാം, കുറച്ചുകൂടെ ടൈം എടുക്കും. അതൊക്കെ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എല്ലാം നമ്മുടെയൊക്കെ ഇതിനകത്ത് വേണം. പക്ഷേ അതാണ് ലൈഫ് എന്ന് ചിന്തിക്കരുത്. ഈ സെക്സ്വൽ ലൈഫ് അല്ലെങ്കിൽ എല്ലാ പെൺപിള്ളേരും അത് ഭയങ്കര ശോകമാണ്. അത് നിങ്ങളുടെ ആ ഒരു ഇത് മാറണം. അത് നിങ്ങൾ ശരിക്കും കല്യാണമൊക്കെ കഴിക്കണ സമയമാകുമ്പോഴേ നിങ്ങൾക്ക് അത് മാറത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറയാം. അപ്പോൾ അതെനിക്ക് പറയണം തോന്നി. നമ്മളിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഈ ടെലഗ്രാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.